നമസ്കാരം. കേൾക്കുന്നുണ്ട് സാറേ? കേൾക്കുന്നുണ്ട്. നമസ്കാരം. എന്റെ എല്ലാ പ്രിയപ്പെട്ട ഹൈറിച്ച് മെമ്പേഴ്സിനും നമ്മുടെ ഈ സൂം മീറ്റിംഗിലേക്ക് സ്വാഗതം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സൂമിൽ നിന്ന് കിട്ടിയിട്ട് പുറത്ത് പല പല ബിസിനസ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന, അതായത് നെഗറ്റീവ് ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോകാനും ഒരു യൂട്യൂബ് ചാനലിൽ നിറയ്ക്കാനും വേറെ പത്രമാധ്യമങ്ങളിൽ നിറയ്ക്കാനും തയ്യാറായി നിൽക്കുന്ന സുഹൃത്തുക്കൾക്കും ഈ സൂമിലേക്ക് സ്വാഗതം. കുറെ നാളുകളായി നമ്മളെല്ലാവരും ഒത്തുകൂടിയിട്ട് കുറെ നാളുകൾക്ക് ശേഷം നമ്മളെല്ലാവരും നമ്മുടെ ഹൈറിച്ച് മെമ്പേഴ്സിന് വേണ്ടി, ഹൈറിച്ചിന്റെ ഓരോ മുന്നോട്ടുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് എല്ലാവരും എന്തെല്ലാം ചെയ്യണം, എങ്ങനെയെല്ലാം പ്രവർത്തിക്കണം എന്നെല്ലാം നോക്കി ആഗ്രഹിച്ച് നമുക്ക് സംസാരിക്കാനും നമുക്ക് പ്രവർത്തിക്കാനും നമുക്ക് എല്ലാ കാര്യങ്ങളും ഇടപെടാനും ഒരു പ്ലാറ്റ്ഫോം ഇതുവരെ നമ്മുടെ മുന്നിലേക്ക് ഉണ്ടായിരുന്നില്ല. അതിനു വേണ്ടി കുറച്ചു പേരുടെ പരിശ്രമം മൂലം നമുക്ക് ഇന്ന് നമ്മുടെ ഹൈറിച്ച് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി HCRS എന്ന് പറയുന്ന ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റി എന്ന പേരിൽ ഒരു സൊസൈറ്റി രൂപം കൊണ്ടിരിക്കുന്നു. ഈ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും എന്തിനാണ് സൊസൈറ്റി എന്ന് ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട്. ഇത് ഇനി വേറെ എന്തെങ്കിലും ബിസിനസ് ആണോ, ഇതിന്റെ ഉദ്ദേശശുദ്ധി എന്താണ്, ഹൈറിച്ചിനോടൊപ്പമാണോ, ഹൈറിച്ചിനെതിരാണോ എന്നുള്ള രീതിയിലെല്ലാം ഒരുപാട് സംസാരങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സൂം ഇപ്പോൾ അറേഞ്ച് ചെയ്തത്. എല്ലാവരുടെയും സംശയ ദൂരീകരണത്തിന് വേണ്ടി ഈ സൊസൈറ്റിയുടെ തന്നെ 21 പേരടങ്ങുന്ന പ്രസിഡന്റ്, സെക്രട്ടറി അങ്ങനെയുള്ളവരും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് കുറച്ചു നാളത്തെ പരിശ്രമത്തിന് മൂലമായി രജിസ്റ്റർ ചെയ്യപ്പെട്ട നമ്മുടെ സൊസൈറ്റി ഇന്ന് എല്ലാവരുടെയും മുന്നിലേക്ക് ഓപ്പണായി പറയുകയാണ്. എല്ലാവർക്കും സന്തോഷിക്കാം. കാരണം നമുക്കും സംസാരിക്കാൻ ഒരു വേദി വന്നിരിക്കുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ വിഷമങ്ങളും, നമ്മുടെ അവസ്ഥകളും, ഇത്രനാൾ നമ്മെ സംരക്ഷിച്ചു പോകുന്ന നമ്മുടെ ഹൈറിച്ചിന്റെ പ്രസക്തിയെ കുറിച്ചും ഇനിയും ഹൈറിച്ച് നമ്മുടെ ഇടയിലേക്ക് വരേണ്ട പ്രസക്തിയെ കുറിച്ചും കൃത്യമായി നമുക്ക് എവിടെ ചെന്ന് പറയുവാനും എല്ലാ കാര്യത്തിലും ഇടപെടുവാനുമുള്ള ഒരു അവസരം സൊസൈറ്റി മൂലം നമുക്ക് വന്നിരിക്കുന്നു. ആ ഒരു സന്തോഷ വാർത്ത കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. പല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യണം ഹൈറിച്ചിനെ എന്ന് നമ്മൾ ചിന്തിച്ചപ്പോഴൊക്കെ ഒരു പ്ലാറ്റ്ഫോം ഇല്ലാത്തതിന്റെ കുഴപ്പം മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇതിന്റെ പ്രസിഡന്റായി ഉള്ളത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ ഗ്രേറ്റ് ലീഡർ, എന്നും ഹൈറിച്ച് തുടങ്ങിയ അന്നു മുതൽ അന്നും ഇന്നും എന്നും ഹൈറിച്ചിന് വേണ്ടി, ഹൈറിച്ചിന്റെ നന്മയ്ക്ക് വേണ്ടി, ഹൈറിച്ചിന്റെ ബിസിനസിന്റെ ലാഭത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ച നമ്മുടെ ബാരി സാറാണ് ഇതിന്റെ പ്രസിഡന്റായി വന്നിട്ടുള്ളത്. ബാരി സാറിനെ പ്രത്യേകിച്ച് ആരോടും പരിചയപ്പെടുത്തേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളുടെ എല്ലാം എങ്ങനെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ ഐഡിയകൾ ഉണ്ടാക്കുകയും നമ്മുടെ പ്രതാപൻ സാറിനോടും ശ്രീനാ മേഡത്തോടും ചേർന്ന് നിന്ന് നമ്മുടെ ഹൈറിച്ചിന് വേണ്ടി ഒരുപാട് പ്രവർത്തിക്കുകയും ചെയ്ത നല്ലൊരു ലീഡറാണ് നമ്മുടെ ബാരി സാർ. ഈ ബാരി സാർ ഇന്ന് നമ്മോടൊപ്പം ചേർന്ന് ഹൈറിച്ച് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരു സൊസൈറ്റി രൂപീകരിച്ചപ്പോൾ ഒരുപാട് നിർബന്ധങ്ങൾക്ക് വഴങ്ങിയാണെങ്കിലും ഒരു പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത് നമ്മുടെ കാരണവരുടെ പോലെ നമ്മോടൊപ്പം പ്രവർത്തിക്കാൻ, ഈ സൊസൈറ്റിയെ മുന്നോട്ട് നല്ല രീതിയിൽ പ്രവർത്തിപ്പിച്ചു കൊണ്ടുപോകാൻ, ഹൈറിച്ച് ജനതയ്ക്ക് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ നിൽക്കുന്ന നമ്മുടെ ബാരി സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ സൊസൈറ്റി എന്തിനു വേണ്ടിയാണ്, എങ്ങനെയാണ് രൂപം കൊണ്ടത്, ഇനി മുന്നോട്ടുള്ള പ്രവർത്തനം എന്തായിരിക്കും എന്നെല്ലാം കൃത്യമായി വിവരിക്കുവാൻ നമ്മുടെ ബാരി സാറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ് വെൽക്കം ബാരി സാർ. നമസ്കാരം. ക്ലിയർ ആണോ മാഡം? കേൾക്കുന്നുണ്ട്, ക്ലിയർ ആണ്. സോറി, ഞാൻ വളരെ വൈകിയ വേളയിൽ നമ്മള് റമദാൻ മാസത്തിലുള്ള ഒരു മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയത്തിന് ക്ലിയർ ചെയ്തെടുക്കാൻ ഒരുപാട് പ്രയാസം വന്നു. ആളുകളൊക്കെ നോമ്പുകാരും ഒക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാരും പരിഗണിക്കണമല്ലോ. അപ്പോ 8:30 മണി വരെ ഏകദേശം തറാവീന്റെ കാര്യങ്ങളാണ്. അതിന്റെ മുമ്പ് മറ്റു കാര്യം 8:30 തറാവിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു മീറ്റിംഗ് വെക്കുമ്പോ അതെന്തായി, നമ്മളെ തറാവിയും പിന്നെ റമദാനിലൊന്നും അല്ലാത്ത സഹോദരന്മാര് കിടന്നുറങ്ങണ നേരമായി. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ടൈം തിരഞ്ഞെടുത്തത്. വളരെ കുറഞ്ഞ ചാറ്റ് ബോക്സ് ഒന്ന് ഓഫ് ആക്കുവോ ഹോസ്റ്റ് അസ്രഫ്ക? ചാറ്റ് ബോക്സ് ഒന്ന് ഓഫ് ആക്കിയിട്ടാളേ. ഓക്കെ,
ഒന്നും ഉണ്ടായിട്ടല്ല, നമുക്കിപ്പോ അത് ശ്രദ്ധിക്കാൻ ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോ ഈ ഒരു സമയത്ത് ഇതിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും നമ്മളൊരു ചെറിയ രീതിയിൽ സൊസൈറ്റിക്ക് വേണ്ടി ഒരു മീറ്റിംഗ് വെച്ചപ്പോ 1000-ഓളം ആളെ പെട്ടെന്ന് തന്നെ ഫില്ലായി. വളരെയധികം സന്തോഷം. നിങ്ങളെല്ലാവരും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പില് വളരെ ആത്മാർത്ഥതയോടു കൂടി ഒരു വരുമാനം അതിൽ നിന്ന് സമ്പാദിക്കാൻ വേണ്ടി ആ കമ്പനിയുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ്. യാതൊരു നിർഭാഗ്യവശാൽ ഇപ്പോൾ അത് ഒരു നിയമ കുരുക്കിൽ അകപ്പെട്ട് ഒരു 1.5 വർഷത്തിന്റെ അടുത്തായി നമ്മൾ വളരെയധികം പ്രയാസപ്പെട്ടാണ് ഓരോ ആളുകളും ജീവിച്ചു പോകുന്നത്. എന്തിനാണ് പറയുന്നത്, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത ഒരുപാട് വീടുകൾ ഒരാളോട് ചോദിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ബാങ്കിലെ ലോണുകളും കാര്യങ്ങളും ഒക്കെ അടക്കായിട്ട് ബാങ്കിൽ നിന്നൊക്കെ വന്നിട്ട് വാഹനങ്ങൾ നമ്മളെ മുറ്റത്ത് നിൽക്കുക, നിങ്ങളും കൂടി അടക്കാനുള്ളൂ, ഈ മാർച്ചാണ് മാസം, ഇങ്ങനെ നമ്മളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോ ഈ ഒരു സാഹചര്യത്തില് കമ്പനി അതിന്റെ കേസുകളും കാര്യങ്ങളും അത് കൃത്യമായിട്ടും നല്ല ഒരു ടീമിനെ തന്നെ വെച്ച് അതിന്റെ ലീഗൽ ടീമുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോയി പോകുന്നുണ്ട്. നമ്മളെ അതിന്റെ ഇടയിൽ നമ്മളെ കമ്പനിയുമായി ബന്ധപ്പെട്ട് കേസ് അപ്ഡേഷൻ ആരെങ്കിലും പ്രത്യേകിച്ച് അറിയാനുണ്ടെങ്കിൽ ഞാൻ ഷോർട്ടാക്കി പറയാം. താഴെ കോടതിയിൽ നിന്ന് തൃശ്ശൂർ ബെഡ്സ് കോടതിയിൽ നിന്ന് നമുക്ക് വന്ന വിധിക്കെതിരെ പോയ അപ്പീൽ എന്താണ് സംഭവിച്ചത്? അടുത്ത 2-ാം തീയതിയിലേക്ക് വിശദമായിട്ടുള്ള വാദത്തിന് വേണ്ടിയിട്ട് അവിടെ 2-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഈ കമ്പനിയെ ഈ ഒരു അവസ്ഥയിലാക്കിയിട്ടുള്ളത് ഹൈറിച്ചിലെ ഒരു മെമ്പർ അല്ലാത്ത, ഹൈറിച്ചായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തിയുടെ ഒരു പരാതിയിലാണ്. അപ്പോൾ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ കേസ് എങ്ങനെ നിലനിൽക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ ഒരു FIR-ഉള്ള കേസുകൾ അതും 2-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്പനി അതിന്റെ ലീഗൽ ടീമുമായി മുന്നോട്ട് പോകുന്നു. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനൊരു സൊസൈറ്റിക്ക് രൂപം കൊടുക്കാൻ കാരണം, അത് എന്തിനാണ് എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് കുറച്ച് ആളുകൾക്ക് വിവരിച്ചു കൊടുക്കാറുള്ളത്. ഓക്കെ, അഷ്റഫ് കാക്ക ചാറ്റ് ബോക്സ് ഓഫാക്കാൻ അറിയില്ലേ? അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഓക്കെ എല്ലാവർക്കും മറുപടി തരാം, എല്ലാവരും മെസ്സേജ് വിടണ്ട. ഒരു കാര്യം കൂടി പറയാം, ഹൈറിച്ച് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇവിടെ കൂട്ടിക്കെട്ടണം, ഇവിടുന്ന് ഇല്ലാതാക്കണം എന്ന് കരുതിയിട്ട് കമ്പനിക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി, കമ്പനിക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് മെനക്കെട്ടിയുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടായിരുന്നൊരു ഉദ്ദേശം എന്തായിരുന്നു? ജനങ്ങൾക്ക് പൈസ കിട്ടുക, ജനങ്ങൾക്ക് ആ പൈസ വാങ്ങി കൊടുക്കുക, ഇതാണല്ലോ. ആ ഒരു പണിയാണ് നമ്മൾ ഈ സൊസൈറ്റി ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇനി ഒരു കുറച്ച് ജോലി ഭാരം നമ്മൾ കുറക്കണ്ടേ? ഒരു കുറെ കാലമായിട്ട് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഈ ആൾക്കാരെ പൈസ വാങ്ങി കൊടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നത്. അപ്പൊ അവർക്കുള്ള ഒരു ഭാരം കുറക്കാൻ വേണ്ടി ഈ സൊസൈറ്റിയിലുള്ള, അതായത് ഹൈറിച്ച് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് നഷ്ടപ്പെട്ട തൊഴിലും അവരെ വരുമാനവും അവരെ സമ്പത്തും ഇതൊക്കെ നമുക്ക് ഏതൊക്കെ രീതിയിൽ നിയമപരമായി നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. തൃശ്ശൂർ സെഷൻ കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോ എല്ലാ ദിവസങ്ങളിലും കേസ് എന്തായി നീട്ടിവെക്കുന്നതും കാര്യങ്ങളൊക്കെ പോയി നോക്കാൻ. ഇപ്പോ ഞാൻ ഇവിടെ ഇരുന്നിട്ട് 1000-ഓളം ആളോടാണ് ഞാൻ പറയുന്നത്. പല ആൾക്കാരും എനിക്കെതിരെ പല യൂട്യൂബിലും പല വീഡിയോയിലും വന്നിട്ട് ഭാര്യ കള്ളൻ, കാശ് പല ആൾക്കാർക്ക് അങ്ങനെ ഒപ്പിച്ച് ഞാൻ കാരണം ഈ കമ്പനിയിൽ ഞാൻ പറഞ്ഞിട്ട് പൈസ ഇട്ട് വെച്ച് പൈസ നഷ്ടപ്പെട്ട ഒരാൾ പോലും എന്റെ പെരേക്ക് കോളർ പിടിക്കാൻ വരൂല എന്നുള്ള 100% ധൈര്യത്തിലാണ് ഞങ്ങളെ മുന്നിലൂടെ ഇരിക്കുന്നത്. ഈ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ പൈസ ഇട്ട് കളിക്കലും പൈസ കൊണ്ടുപോയി ഇടിപ്പിക്കലും മാത്രമാണ് ബിസിനസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ? ഒരു മിനിറ്റ്, ബാങ്ക് കൊടുക്കേണ്ട, ഒറ്റ സെക്കൻഡ്.
ഒരു മിനിറ്റ്